തിന്നടി. വേണ്ട കുഞ്ഞു വേണ്ട. ഹലോ ഫ്രണ്ട്സ്, അപ്പുക്കുട്ടൻ വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ പപ്പി ഭക്ഷണം കഴിക്കുന്നത് രാവിലെ 2 ദോശ പശുനെയ്യിലിട്ടിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട്. പശുനെയ്യ് പേരിനെ ഇട്ടുള്ളൂ, പഞ്ചസാരയും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കുന്നതും അവൾക്ക് ഞാൻ കൊടുക്കും. അല്ലാതെ അവരെ ഫുഡൊന്നും ഞാൻ കൊടുക്കാറില്ല. നമ്മൾ എന്ത് കഴിക്കുന്നുവോ അത് അവൾക്ക് ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിരുന്നു എൻ്റെ പപ്പി വന്ന് എങ്ങനെ എൻ്റെ വീട്ടിലെത്തിച്ചേർന്നു. എൻ്റെ പപ്പി മോള് ഈ പ്രായത്തിൽ തന്നെ വന്നത് ഇപ്പോൾ 3 കൊല്ലമായി. പക്ഷേ തീരെ അവശനായിട്ട് വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവളെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത്. അത് നമ്മളെ വീട്ടിനോട് ചേർന്നിട്ട്, അതായത് നമ്മളെ ഈ കോമ്പൗണ്ടിൽ 3 വീടാണ്. ഒന്ന് എൻ്റെ വീട്, ഒന്ന് ഏട്ടൻ്റെ വീട്, എൻ്റെ വീടിൻ്റെ ബാക്കിൽ എൻ്റെ ഏച്ചിയുടെ വീട്. എൻ്റെ ഏട്ടൻ്റെ വീടിൻ്റെ ചേർന്ന് കുറച്ച് ദൂരെയാണ് ഇവള് പപ്പിയുടെ വീട്. പപ്പി നോക്കിയിരുന്നത് അവിടുത്തെ ഒരു ആണുങ്ങളായിരുന്നു. അയാൾ പെട്ടെന്ന് അറ്റാക്കായി മരണപ്പെട്ടു. അതിനുശേഷം അവൾക്ക് വളരെ നരകമാണ്. അയാൾ മരിച്ച ശേഷം ഇത് പപ്പിയെ പിടിച്ചിട്ട് അവരെ വീടിൻ്റെ പുറകെ ഒരു മറവോ കാര്യമോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഒരു ചങ്ങലിലാണ് തളച്ചിട്ട്. മഴ പെയ്താൽ മഴയും കൊള്ളണോ വെയിലും കൊള്ളണോ, വളരെ ദയനീയമായ അവസ്ഥയിലാണ് അവൾ ജീവിച്ചിരുന്നത്. ഇങ്ങനെ ഒരു ദിവസം പിന്നെ അവിടെ ആ വീട്ടിൽ അയാളുടെ ഭാര്യയും ഒരു മോനാ ഉള്ളത്. അയാൾ മരിച്ച ശേഷം പിന്നെ അവരുടെ വീട്ടിലേക്ക് ഒരാഴ്ച 2 ആഴ്ച നിൽക്കാൻ പോയി. അതോ ആ അവസ്ഥ, ഈ പപ്പിമോക്ക് ഒരു ഭക്ഷണം വരെ, ഒരു തുള്ളി വെള്ളം വരെ വെക്കാണ്ടാണ് അവര് വീട്ടിൽ പോയത്. പിന്നെ അവരെ തിരിഞ്ഞു നോക്കാറില്ല. ഈ അവസ്ഥ ഞങ്ങളും അറിഞ്ഞില്ല. ഇത് ഇവളാണെങ്കിൽ കരിയുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞ അമ്മ അറിഞ്ഞാൽ ഞാൻ ഓടി എന്നെ അറിയിക്കും, ഞാൻ പോവും. ഇത് 1-1.5 ആഴ്ച കഴിഞ്ഞാലും ഒരു ദയനീയമായൊരു കരച്ചിൽ. ആ കരച്ചിൽ കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ നായി കരിയുന്നു, അവിടെ ആരും ഇല്ലാന്ന് തോന്നുന്നു, ഒന്ന് ഷീബ പോയി നോക്കുന്നു. ഞാൻ അതുപോലെ തന്നെ കേട്ടപ്പോൾ തന്നെ ഞാൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അപ്പാട് പോയി നോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥ. ഒരു തുള്ളി വെള്ളം വരെ വെക്കാണ്ട് മലവിസർജനത്തിൽ തന്നെയാണ് ഈ പപ്പി മോള് കിടക്കുന്നത്. ചൂട് കൊണ്ട് സഹിക്കാനായിട്ട് അവളൊരു കുണ്ട് കുഴിച്ചിട്ട് അതിൽ കിടന്നിന്. വളരെ അവശനായ അവസ്ഥ. മലവിസർജനത്തിനടുത്ത് ഞാൻ എന്ത് ചെയ്ത് അവിടെ ഒരു ചേരി കണ്ടിരുന്നു. ചേരി ഉരിച്ച തേങ്ങേന്റെ ചേരി കണ്ടിട്ട് ഞാൻ അതെല്ലാം ചേരിനെ കൊണ്ട് അങ്ങോട്ടേക്ക് അതെല്ലാം നീക്കി കളഞ്ഞ് അവൾ കിടക്കുന്നിടക്ക വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ ഓടി വന്ന് വെള്ളവും ഒരു പാട്ടിൽ വെള്ളവും ഭക്ഷണം എല്ലാം കൊടുത്തു. പിന്നെ ഞാൻ ഡെയിലി ഞാൻ തന്നെ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്തേല്. അവര് വന്ന് ഞാൻ വന്നേരം പറഞ്ഞു, നിങ്ങൾ എത്ര ക്രൂരതയാണ് ചെയ്തത്. ഇത് ചെയ്യുന്നതിലൊരു സ്ത്രീയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒരു സ്ത്രീയാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ ജന്മം നൽകുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കാണ് ദയവും സ്നേഹവും വേണ്ടത്. പുരുഷന്മാരെയും കാട്ടി ദയവും സ്നേഹവും സ്ത്രീകൾക്കാണ്. ജന്മം നൽകുന്ന ഒരു വ്യക്തിയാണ്. ആ ജന്മം നൽകുന്ന ഒരു വ്യക്തിയാണ് ഒരു പെണ്ണ് ഡോഗിനോട് ചെയ്ത ക്രൂരത. ഞങ്ങൾ പറയുമ്പം പറഞ്ഞ് നമ്മളങ്ങനെ പോയിനി, നമ്മൾ അത് വെച്ചു കൊടുത്തത്, വെള്ളം വെച്ചു കൊടുത്തെങ്കിൽ വെള്ളത്തിന്റെ പാത്രം കാണണം, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ പാത്രം ഒന്നും അവിടെ ഇല്ല. പ്രതികരിച്ചു. ഞാൻ നല്ലോണം പറഞ്ഞു. അതൊന്നും അവർ കേൾക്കുന്നില്ല. എന്നെ ഇങ്ങോട്ട് കലമ്പ് ചെയ്യുന്നത്, ഞമ്മക്ക് നായ വേണ്ട, ആർക്കും കൊടുത്തേ, ഞമ്മക്ക് പോറ്റേണ്ട സാഹചര്യം ഇല്ല, അങ്ങനെല്ലാം പറഞ്ഞു. പിന്നെ ഡെയിലി അനക്കും പോറ്റാങ്ങളത് നമ്മളെ വീട്ടിൽ 2 നായി ഉണ്ട്. അത് അമ്മേന്റെ വീട്ടിലും ഇവരങ്ങനെ പൊരുത്തപ്പെട്ടു. ഒന്നാങ്കിൽ കുരുത്തം കെട്ട, ഞാൻ പറഞ്ഞില്ല, നമ്മളെ വീട്ടിനടുത്ത് വാടക വീട്ടിൽ വന്ന് നിന്ന ഒരു അനുസരണമില്ലാത്ത ഒരു പേമോറ നായിയാണ്. അത് അയച്ചു കൊടുത്ത്. അതായത് നമ്മളെ ഈ 3 വീട്ടിൽ ഇങ്ങനെ ഇളക്കിയാൽ പിന്നെ എല്ലാ വീടുകളിലും വരും ഇവളെ കടിക്കുമോ എന്നുള്ള എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു. എങ്ങനെയാന്ന് എൻ്റെ ഭർത്താവിനോട് എങ്ങനെയാ പറയുക, ഭർത്താവിന് ഇഷ്ടംപോലെ നായുണ്ട് പൂച്ചയുണ്ട് എല്ലാം പറഞ്ഞ് കലമ്പൂന്ന് മേടിച്ചിട്ടു.
എന്തോ ഒരു ദൈവസഹായം ആർക്കും കൊടുത്തോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടേ ഇളക്കും എന്ന് പറഞ്ഞു. പിന്നെ എനക്കെന്നെ തോന്നി ഞാൻ തന്നെയല്ലേ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത്. മഴക്കാലത്തെല്ലാം എനിക്ക് ഇവിടെ ദയനീയാവസ്ഥ കാണാനും കഴിയില്ല, പിന്നെ ഇത് കൊണ്ടു കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം പറയാണ്ട് തന്നെ കഴിച്ചുകൊണ്ടത്. അവർക്ക് അതിനൊന്നും വിരോധമില്ല, എങ്ങനെയെങ്കിലും പോയതിന്നുള്ളൊരു ചിന്തയാണ് അവർക്ക്. ഞാൻ ആ ഡോഗിനെ ഇങ്ങോട്ടേക്ക്, എൻ്റെ പപ്പീനെ ഇങ്ങോട്ടേക്ക് അയച്ചുകൊണ്ടെന്ന്. അപ്പോൾ ഒരു കൂട് ഒഴിവുണ്ട്. 1-2 ദിവസം കൂട്ടിൽ നിന്ന് പിന്നെ അവളത് നമ്മളകത്തേക്ക് തന്നെ വന്ന്. പിന്നെ ഞാൻ അകത്തുനിന്ന് പുറത്താക്കിയിട്ടില്ല. കാരണം അത്ര നരകം നരിയിച്ച ഇതാണ്. എന്തോ ദൈവസഹായത്താലേ എൻ്റെ ഭർത്താവ് ഒന്നും പറഞ്ഞിട്ടില്ല. അവളെ ദയനീയാവസ്ഥ കണ്ടപ്പോൾ വളരെയധികം സങ്കടം ആയി. പിന്നെ ഞാൻ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്ത്. അപ്പോൾ ഈ പെണ്ണ് നായാണ് ഈ വൃത്തിയായിട്ട സ്ഥലത്ത് കിടന്ന അതിന് ഗർഭപാത്രത്തിൽ ഇൻഫെക്ഷൻ, അതെല്ലാം ചികിത്സിച്ച് ഇഞ്ചക്ഷൻ 2 വാക്സിനേഷനെല്ലാം എടുത്ത്, റാബിസ് വാക്സിൻ്റെ വൈറസിൻ്റെ വാക്സിനെല്ലാം എടുത്തു. ഇവിടെ തന്നെ സ്വർഗമായി. ഞാൻ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയി നായിനെ എന്നെ ഇത് വീടിന്റെ വറാന്തയെ കെട്ടിക്കൂടെ. അയ്യോ, അവക്ക് വറാന്തയിലൊന്നും കെട്ടാൻ ഇഷ്ടമല്ല, അവക്ക് പുറത്തിടക്കാൻ ഇഷ്ടം. ഇങ്ങനെ പറയാം. ഞാൻ ചിന്തിക്കുക, നമ്മളെ ഈ ചുറ്റുപാട് ഇങ്ങനെ, എൻ്റെ ചുറ്റുപാടിനെ കുറേ അനുഭവങ്ങൾ എനിക്കുണ്ട്. എല്ലാം ചെയ്യുന്ന സ്ത്രീകളാണ്. ഇന്ന് തെരുവിൽ മിണ്ടാപ്രാണികൾ വർദ്ധിക്കുന്നത് തന്നെ സ്ത്രീകളുടെ ദയയില്ലായ്മയാണ്. പുരുഷന്മാർ ചെയ്ത് കെടുതികൾ ചെയ്യുമ്പോൾ ഈ ജന്മം നൽകുന്ന സ്ത്രീകൾക്ക് പറഞ്ഞുകൂടെ, ഇത് മഹാപാപമാണ്, നമ്മളെ കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് അനുഭവിക്കേണ്ടത്. ഇന്നത്തെ കാലം അതൊന്നും ആരും ചിന്തിക്കുന്നില്ല. സ്ത്രീകൾ പ്രതികരിക്കുന്നില്ല. അവരവരായ ഇന്ന് എന്ത് ജോലിയെടുത്ത് ഒരു വീട്ടിൽ 4 ആളുണ്ട്, 4 ആളും ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് അതിനുള്ള വിഷമങ്ങളോ ഒന്നും അവർക്ക് അറിയില്ല ജീവിതത്തിൽ. ഇന്നത്തെ സ്ത്രീകളാണ്. പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർ. ഭക്തി കൂടുന്നതനുസരിച്ച് ഈ മിണ്ടാപ്രാണിയിലെ ദ്രോഹങ്ങളും മനുഷ്യന്മാരെ ദ്രോഹിക്കലും കൂടി വരികയുന്നത്. കാരണം അവർക്ക് നന്മ അന്നു പറ്റിയുന്നത്. ഞാൻ പറഞ്ഞു, നമ്മളെ ഏരിയയിൽ ഇങ്ങനെ, അങ്ങനെ നിങ്ങളുടെ ഏരിയയിലും എത്രയോ മിണ്ടാപ്രാണികൾ ഇങ്ങനെ കരിയാണ്ട് ഏതെങ്കിലും ഒരു വീട്ടിന്റെ മൂലക്ക് ആരും കാണപ്പെടുന്ന സ്ഥലത്ത് ഇങ്ങനെ അരിയിക്കുന്നുണ്ടാവും. കാരണം പുരുഷന്മാർ വരുന്നവരെയായിരിക്കും രാവിലെ പുറത്ത് അതിനെ മലവിസർജനം ചെയ്യാൻ പുറത്താക്കിയ പിന്നെ ആ കുട്ടികളോ ആണുങ്ങളോ വരുന്നത് വരെ ആ നായി ആ കൂട്ടിനുള്ളിലോ അല്ലെങ്കിൽ കെട്ടിടക്കുന്ന അരിയിക്കേണ്ടി വരും. മലവിസർജനത്തിന് കിടക്കൂ. ഇങ്ങനെ എത്രയോ നമ്മളെ ഈ വീട് ചുറ്റുകൾ നമ്മൾ തന്നെ പ്രതികരിക്കും. ഞാനും എൻ്റെ ഏച്ചിയാണ് പോയിട്ട് പ്രതികരിക്കുക. ഞാൻ പറയട്ടെ, നമുക്കിത് കണ്ട് സഹിക്കാൻ കഴിയില്ല. ഞാൻ പ്രതികരിക്കും. ഇന്നത്തെ സ്ത്രീകൾ പ്രതികരിക്കൂല. ഇന്ന് അവർ ഭക്തിയും വിദ്യാസമ്പന്നലും എല്ലാം മുൻപന്തിലാണ്. പക്ഷേ ഞങ്ങൾക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ കഴിയില്ല. ആര് വെറുത്താൽ എന്തായാലും. ഞാനൊരു മനുഷ്യനാണ്. മനുഷ്യജന്മമാണെങ്കിൽ നമ്മൾ ഈ മിണ്ടാപ്രാണികളെ, ഈ പാവം പിടിച്ച ജന്മത്തിൽ ജീവിക്കുന്ന ഈ മിണ്ടാപ്രാണികളുടെ അവസ്ഥ പ്രതികരിക്കാണ്ടിരിക്കൂല. പ്രതികരിക്കും. ഇന്നത്തെ മനുഷ്യന്മാർ മനുഷ്യരൂപം കൊടുത്ത് അസുരന്മാർന്ന്. അസുരന്മാർക്കും പിന്നെയും ദയുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ എത്രയോ മിണ്ടാപ്രാണികൾ നമ്മൾ കാണാണ്ട് എത്രയോ മിണ്ടാപ്രാണികൾ ഓരോ വീടുകളിൽ നരിയിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവേത് നിങ്ങൾ മിണ്ടാപ്രാണികളെ പോറ്റാതിരിക്കുക. അവരെവിടെയെങ്കിലും സ്വതന്ത്രമായി ജീവിച്ചോട്ടെ. ആ ഒരു നാവെടുക്കാത്ത ജന്മത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഒരു സുഖം. ഇവർക്ക് ഒരു നേരത്തിൽ വയറ് നിറയാൻ വേണ്ടിയാണ് ആ മിണ്ടാപ്രാണികൾ എല്ലാം സഹിച്ചു നിൽക്കുന്നത്. അതും അവർക്ക് കിട്ടില്ല എന്ന് പറയുമ്പം വളരെയധികം നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥ, ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ മിണ്ടാപ്രാണികൾ വളരെ നരിയിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മളിങ്ങനെ ഈ അവസ്ഥ കാണുന്നുമില്ല, മൊബൈലിലൊന്നും കേൾക്കുന്നില്ല, സോഷ്യൽ മീഡിയയിലൊന്നും കാണുന്നില്ല. നമ്മളെ കേരളത്തിലാണ് ഇന്ന് എവിടെ സോഷ്യൽ മീഡിയ നോക്കിയാലും അച്ഛനെ കൊന്ന്, അമ്മേനെ കൊന്ന്, മക്കള് കുടുംബത്തെ കൊന്ന് എല്ലാം കേൾക്കുന്നത്. എന്തുകൊണ്ട്? ഫസ്റ്റ് തന്നെ നമ്മളെ വീടുകളിൽ നിന്നാണ് ഈ കുട്ടികൾക്കെല്ലാം അറിവ് നേടേണ്ടത്. സഹജീവി സ്നേഹം. ഈ സഹജീവിയോട് സ്നേഹം ഉണ്ടെങ്കിൽ മനുഷ്യന്മാരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. വീടുകളിൽ മറ്റുള്ള ജീവികളെ സ്നേഹിക്കാനും അതെല്ലാം പഠിപ്പിക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടു സ്കൂളിൽ പോയിട്ട് ഫസ്റ്റ് കിട്ടണോ, മറ്റുള്ള അടുത്ത അയൽവക്കത്തെ കുട്ടികളെയും കാട്ടി നല്ലതാവണം, അതൊന്നും കൊണ്ടും അങ്ങനെയുള്ള കുട്ടികൾ അന്നന്ന് ലെവൽ തെറ്റിപ്പോകുന്നത്. ദയവ് ചെയ്ത് മനുഷ്യനാകണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ സഹജീവികളോട് സ്നേഹം വേണം. അതാണ് ഏറ്റവും വലിയ മനുഷ്യ ജീവിതം. ഞാനിത് പറയേണ്ടി വന്നത്, ഞാൻ ഈ വ്ളോഗ് തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ വീട്ടിന് ചുറ്റുമുള്ള കുറേ അനുഭവങ്ങൾ ഞാൻ കണ്ടും കേട്ടും അത് മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് വേറെ ഒരു ലാഭത്തിനും വേണ്ടിയിട്ടല്ല. നിങ്ങളൊരു മൃഗസ്നേഹിയാണെങ്കിൽ നിങ്ങളും പ്രതികരിക്കണം. നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ മിണ്ടാപ്രാണികളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ
അവർക്ക് ഈ ജന്മത്തിൽ കുറച്ചെങ്കിലും ഒരു ചെറിയൊരു സുഖം കൊടുക്കാൻ നമ്മളിടപെട്ട് കൈമാറണം. ഇനി എൻ്റെ വ്ളോഗ് അടുത്ത നാളെ കാണാം. ബൈ.